ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകൻ പാർട്ടി കോൺഗ്രസ് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ശശി തരൂർ ഇട്ടിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതിൽ കൂടുതൽ പ്രതികരിച്ചാൽ അത് സംസ്ഥാന നേതൃത്വത്തിന് ഇത് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല. പ്രതികരിച്ചില്ലെങ്കിൽ അച്ചടക്കം എല്ലാവർക്കും ബാധകമല്ലേ എന്ന അണികൾ പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം വരും. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും പാർട്ടി? നോക്കൂ, ഇത് ശശി തരൂരിന്റെ വിഷയത്തില് അതിപ്പോ ഈ താൽക്കാലികമായി ഉണ്ടാകുന്ന ചർച്ചകളും വിവാദമൊക്കെ അത് പെട്ടെന്ന് തീരും. കാരണം നമ്മൾ മറന്നുപോയ ഒരു സംഗതിയുണ്ട്. കഴിഞ്ഞ 2021 ഇദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു മാൾ ഉദ്ഘാടന സമയത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വ്യവസായ നയം വളരെ ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞു എഴുതിയിരുന്നു. അതിനുശേഷം അദ്ദേഹം അന്ന് തന്നെ 2020 ഡിസംബർ മാസത്തില് മാതൃഭൂമി പത്രത്തിലെഴുതിയ ലേഖനത്തില് അദ്ദേഹം അതിൽ വ്യക്തമായ വേറെ വിശദീകരണം കൊടുത്തു. അതായത് ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാക്കാതെയാണ് പറയുന്നത്, മനസ്സിലാക്കാതെയാണ് മറ്റുള്ളവർ പ്രതികരിക്കുന്നത്. അത് CPM ഇക്കാര്യം പൊക്കിപ്പിടിക്കുന്നത് കാപട്യമാണ്, അവരുടെ അഭിനന്ദനവും കാപട്യമാണ്. കേരളയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് അദ്ദേഹം വിശദീകരണം കൊടുത്തു. ആ ഒപ്പിടാത്ത വിഷയത്തിൽ MP-മാർക്കൊപ്പം ഇദ്ദേഹം ഒപ്പിട്ടില്ല എന്നുള്ള വിഷയത്തിൽ അതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു നിഗമനത്തിൽ എത്തിയിട്ട് പറഞ്ഞു, ഞാൻ കേരളത്തിന് അനുകൂലമല്ല, പക്ഷെ എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു. അപ്പൊ അതൊക്കെ അതിനുശേഷമായിരുന്നു നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നത്. അതിൽ അദ്ദേഹം LDF-നും അതുപോലെ തന്നെ BJP-ക്കും എതിരായ നിലപാടെടുത്ത് അദ്ദേഹം ജയിക്കുകയും ചെയ്തു. പക്ഷെ ഇത് വിഷയം എന്താണെന്ന് വെച്ചാല് താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ CPM ഇദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. കാരണം ശശി തരൂരിനെ നമ്മൾ രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന അടിത്തട്ടിന്റെ ജനവികാരവും പ്രവർത്തകരുടെ വികാരവും അറിയുന്ന ഒരു നേതാവല്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹം ചിന്തിക്കേണ്ടത്, എഴുതുമ്പോൾ അതിന് എഴുതാൻ പേനെടുക്കുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും ജനങ്ങളെയുമാണ്. കാരണം ഇപ്പോൾ തന്നെ നോക്കൂ, കേരളത്തിലെ ഈ തിസ്തിയുടെ റോഡുകളിലെ ടോൾ പിരിവ്, അതുപോലെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ, ഇതൊക്കെ ആലോചിക്കാതെ ഏതൊരു ഡാറ്റ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ലേഖനം എഴുതിയാൽ അത് തിരുവാതി പിടിക്കുന്നതൊക്കെ ഉറപ്പാണ്. പിന്നെ അദ്ദേഹത്തിന്റെ നിലപാടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞത് ആ ഡാറ്റ സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ സത്യമാണെങ്കിലാണ് ഞാൻ എഴുതി ശരി. പക്ഷെ അതിലൊരു അർത്ഥം ഞാൻ കാണുന്നില്ല, കാരണം എഴുതിപ്പോയില്ലേ. പിന്നെ അത് വിവാദമായപ്പോഴാണ് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. പക്ഷെ അപ്പം അദ്ദേഹം എഴുതുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ ഗവൺമെന്റിന്റെ, കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റിന്റെ പബ്ലിക് റിലേഷൻസ് കൈകാര്യം ചെയ്യാനുള്ള ഒരു ചുമതല അദ്ദേഹത്തെ ജനങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. അത് മനസ്സിലാക്കണം. ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്തിനാണെന്ന് വെച്ചാല് കേരളത്തിലെ ജനങ്ങളുടെ വികാരം, LDF വിരുദ്ധ വികാരം ഒക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ്. അല്ലാണ്ട് ഒരു പിണറായി ഗവൺമെന്റിന്റെ PR വർക്ക് നടത്താൻ വേണ്ടിയല്ല എന്ന് ആലോചിക്കണം. ഇതിപ്പോ എന്താ വെച്ചാല് ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറുടെ അഭിപ്രായത്തെ CPM പൊക്കിപ്പിടിക്കുക, പത്രങ്ങളത് പരിഹസിക്കുക. ഇന്നലെ ചില പത്രങ്ങൾ എഴുതേണ്ട വാഴ്ത്തുപാട്ട് CPM-ന്റെ മുഖപത്രമാണെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് സർക്കാരിനെ വാഴ്ത്തി തരൂര്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു പ്രവർത്തക സമിതി അംഗമാണെന്ന് ആലോചിക്കണം തരൂര്. അദ്ദേഹം വെറുതെ MP അല്ല. വെറുതെ MP ആണ് പിന്നെ എന്നൊക്കെ പറയാം. കാരണം വെച്ചാൽ വികസന കാര്യങ്ങളിൽ ഒന്നിച്ച് നിൽക്കണം എന്നൊക്കെ MP-മാര് പറയും. അവരുടെ മണ്ഡലങ്ങളിൽ ചില മുഖ്യമന്ത്രിയൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയെ പോയിട്ടും പരസ്പരം തിരിച്ചും പോയിട്ടും അതൊക്കെ സംഭവിക്കും. പക്ഷെ ഒരു പ്രവർത്തക സമിതി അംഗം ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ചായാലും പഠിക്കാതെയാണെങ്കിലും എഴുതുമ്പോൾ അത് പാർട്ടിയുടെയും UDF-ന്റെയും നിലപാടിന് അനുസൃതമാണോ എന്ന് ചിന്തിക്കണം. അത് അനുസൃതമല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ശശി തരൂരിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ അവസ്ഥ. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഈ ബേസിൽ, അതായത് അടിസ്ഥാനമായി കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ആ ഒരു ഒപ്പം നിന്ന് വളരാത്തതിന്റെ ഒരു ദോഷമുണ്ട്. അപ്പോ കേന്ദ്രത്തിൽ ഇതിനു മുമ്പ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ KR നാരായണൻ, നട്വർ സിംഗ്, അതിന് ശേഷം നമ്മളുടെ ക്യാപ്റ്റൻ സതീഷ് ശർമ്മ, അരുൺ നെഹ്റു, അരുൺ സിംഗ്, അങ്ങനെ ഒരുപാട് പേര് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. അവരെയും പക്ഷെ കോൺഗ്രസ് ഉപയോഗിച്ചു. അതുപോലെ ശശിയെയും കോൺഗ്രസ് ഉപയോഗിക്കുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ശശി തരൂർ ഇപ്പോൾ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണെന്ന് അദ്ദേഹം ആലോചിക്കണം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് അദ്ദേഹം പറഞ്ഞ ഞാൻ ഇനി എഴുതും, തെറ്റുണ്ടെ തിരുത്തുന്നതാണ്. പക്ഷെ എഴുതുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടത് അത് UDF-ന് എതിരായി LDF-ന്റെ കയ്യിലേക്കുള്ള ആയുധമായി മാറാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ എന്താണ്, കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം വർദ്ധിച്ചത്. ഒരു സാധാരണ മനുഷ്യൻ പറയോ എന്ത് അന്തരീക്ഷം? ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്താണ്?
തൊഴിലില്ലായ്മ, ആർക്കെങ്കിലും തൊഴിൽ കിട്ടിയോ? അപ്പൊ ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് കേരളം കുതിക്കുകയാണെന്ന് ഒരു ഗവൺമെന്റ് എഴുതിയാൽ അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കണ്ടേ? അപ്പൊ അത് നുണയാണത്. അങ്ങനെ ആ എഴുത്ത് ശരിയല്ല, തെറ്റാണ്. ശശി തരൂരിന് അബദ്ധം പറ്റിയെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനത് തിരുത്താന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ കിൻഫ്ര കൊണ്ടുവന്നത് AK കാലത്തല്ലേ. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ, ബ്രഹ്മോസ്, അതിന് ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് വന്നാ നമ്മളെപ്പോഴും ചോദിക്കാം, ഇടതു മുന്നണിയുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്ട് എന്താ പറയാൻ പറ്റും അവർക്ക്? ഇവർക്ക് പറയാൻ പറ്റും. ഇപ്പൊ മെട്രോ ആണെങ്കിലും സ്മാർട്ട് സിറ്റി ആണെങ്കിലും വിഴിഞ്ഞമാണെങ്കിലും ഒക്കെ UDF ഗവൺമെന്റാണ്. ഇവർ കൊണ്ടുവന്ന ആകെപ്പാടെ കയറിയില്ല, അത് പൊളിയുകയും ചെയ്തു. അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ശശി തരൂർ പറയാണ്ട് കേരളം ഗംഭീരമായി എന്ന് പറഞ്ഞാൽ കിട്ടിയ ഒരു വടിയെടുത്ത് പിന്നെ അവർ ഉപയോഗിക്കല്ലേ CPM. ഈ CPM തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതെല്ലാം മറന്നുകൊണ്ട് വ്യവസായ അന്തരീക്ഷം ഉണ്ടെന്ന് പറഞ്ഞ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഇതൊക്കെ ഇദ്ദേഹം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ ചുമ്മാ ഒരു എഴുത്തുകാരൻ മാത്രമായിട്ട് അദ്ദേഹം മാറുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടത് ഡാറ്റ ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ട്. ഇപ്പൊ കോവിഡ് കാലത്ത് എന്താ ഉണ്ടായത്? കോവിഡ് കാലത്ത് എത്ര ഡാറ്റ കിട്ടി? ഇന്നലെ എന്താ സംഭവിച്ചത്? അതൊക്കെ മറ്റേ പാഴ്വാക്കുകൾ, വാഗ്ദാനങ്ങളായിരുന്നു വ്യക്തമായില്ലേ? ഈ PR വർക്കിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡാറ്റ ഒക്കെ എടുത്തുകൊണ്ട് അതിൽ ലേഖനം എഴുതിക്കൊണ്ടിരുന്നാല്, പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ളൊക്കെ ലേഖനം എഴുതുമ്പോൾ തീർച്ചയായിട്ടും N. ശ്രീകുമാർ കൂടിയാണ് പ്രതികരിച്ചത്. ഇതിനകത്ത് വളരെയധികം നന്ദി ശ്രീകുമാർ ജോർജ് പറ. ശശി തരൂരിനെ ഒറ്റ തിരിച്ചും ആക്രമിക്കുന്നു എന്ന അഭിപ്രായമുള്ളവരും കോൺഗ്രസിലുണ്ട്. തരൂരിന്റെ ലേഖനത്തിലെ പ്രധാന ഭാഗമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന പ്രതികരണവുമായി മാത്യു കുഴൽനാടൻ രംഗത്ത് വന്നു. മുതലാളിത്തമാണ് നാടിന്റെ വികസനം സാധ്യമാകുന്നതെന്ന് കേരളം തിരിച്ചറിഞ്ഞു എന്ന ലേഖന ഭാഗം ചർച്ച ചെയ്യണമെന്നായിരുന്നു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നിലവില് ശശി തരൂരിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സിയാണല്ലോ പൊതുവെ കേരളം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിലും അല്ലെങ്കിൽ പ്രക്ഷോഭത്തിലും സമരത്തിലും വിപ്ലവത്തിലും ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വികസനവും വളർച്ചയും സാധ്യമാകുന്നത് മുതലാളിത്തം വഴിയാണ് എന്ന് പറഞ്ഞതിനെയാണ് ഇന്ന് പിണറായി വിജയൻ മുതൽ P. രാജീവ് വരെയുള്ള നേതാക്കന്മാർ ആഘോഷിക്കുന്നത്. കേരളം ചർച്ച ചെയ്യണം ഈ ലേഖനമെന്ന് ആവശ്യപ്പെടുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഈ പറയുന്ന കാര്യം കേരളത്തിലെ സഖാക്കന്മാരോട് മലയാളത്തിൽ, അവർക്ക് മലയാളം മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു. ഇത് നിങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് അംഗീകരിച്ചാൽ എനിക്ക് അവരോടുള്ള ആശയപരമായ എതിർപ്പിൽ വലിയൊരു ഭാഗത്തിന് മാറ്റം വരും. തരൂർ മിസ്റ്റേക്ക് പറ്റുന്നത്, തരൂർ ഇസ് ജസ്റ്റിഫൈഡ് ബട്ട് ഹി കോട്ടഡ് എ മിസ്ലീഡിംഗ് ഫാക്ട്. രാജീവിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രാജീവ് പറഞ്ഞത് സത്യമാണെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയത്തിന്റെ പോലെ ഉണ്ടായിരുന്നു. TG സജിത്തിലേക്ക് വീണ്ടും. സജിത്ത്, ഇതാണ് പ്രധാന വിഷയം. കോൺഗ്രസിൽ ഇതിന് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു അഭിപ്രായമല്ല. തരൂരിന്റെ വിവാദവുമായി ബന്ധപ്പെട്ടും അഭിപ്രായ ഭിന്നതയുണ്ട്. ഇത് ഇന്നലെ തന്നെ വന്നതാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഒരു കൃത്യമായ ഒരു നടപടി വേണമെന്ന് പോലും ഹൈക്കമാൻഡിനോട് കൃത്യമായി പറയാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്ത ഒരു സാഹചര്യം. ആ തരത്തിലേക്ക് കൂടിയാണോ കാര്യങ്ങൾ പോകുന്നത്? കുഴൽനാടന്റെ പരാമർശം സൂചിപ്പിക്കുന്നത് അതാണോ?